എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂലൈ 16, 2025 ബുധനാഴ്ച. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ സൈഡ് വേ മാർക്കറ്റുകൾക്ക് ശേഷം, അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ടിന്യൂ ഒരു റേഞ്ച് ബോണ്ടിൽ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ട്രേഡിംഗ് നടന്നിരുന്നത്. അതിനുശേഷം ഇന്ന് സ്ലൈറ്റ്ലി കൂടുതലൊന്നുമില്ല, 16 പോയിൻ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്ന് പറയാം. ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ്. ഇത് ഏർണിംഗ് സീസണാണ്. അതിൻ്റേതായ ടെൻഷനുകളും ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീലിനെ കുറിച്ചുള്ള ഇനിയും വരാനിരിക്കുന്ന റിസൾട്ടുകളും എല്ലാം തന്നെ മാർക്കറ്റിന് ഇന്ന് ഒരു ശക്തമായ റാലി ലഭിക്കാതിരുന്നത്. ഇന്നത്തെ സെഷനിൽ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പം താഴേക്ക് പോവുകയാണ് ചെയ്തത്. 25,119, 120 ആ ലെവലൊക്കെ പോയി. ഈ ഒരു നഷ്ടം തിരിച്ചു പിടിച്ചു എന്ന് വേണമെങ്കിൽ, ഒരു റിക്കവർ ചെയ്തു എന്ന് വേണമെങ്കിൽ മാത്രം പറയാം. അവസാനം നിഫ്റ്റി 16.25, അതായത് 0.06% പോസിറ്റീവിൽ 25,212 ഏതാണ്ട് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 63 പോയിൻ്റ്, അഥവാ 0.08% പോസിറ്റീവിൽ 82,634 എന്ന ലെവലിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഫ്ലാറ്റ് ക്ലോസിങ്ങിന്, അതായത് നഷ്ടമില്ലാതെ ക്ലോസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ബ്രോഡർ മാർക്കറ്റിലെ ഒരു ഉണർവ് തന്നെയാണ്. ഇന്നത്തെ സെഷൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾ നേരിയ നേട്ടത്തോടെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സർക്കാർ പുതിയ മേഖലാ പരിഷ്കാരങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന ഒരു ന്യൂസിനെ തുടർന്ന് പ്രൈവറ്റ് ബാങ്ക് സെക്ടറിലെ ശക്തമായ ബയ്യിങ് പ്രഷറാണ് ഇന്ന് ഈ ബ്രോഡർ മാർക്കറ്റിനെ ഉയർത്താനുള്ള കാരണം, പോസിറ്റീവ് ക്ലോസ് ചെയ്യാനുള്ള കാരണമായത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. 0.03% എന്ന ഒരു നേരിയ നേട്ടം മാത്രമാണ് ഇന്ന് മിഡ് ക്യാപ്പ് കൈവരിച്ചത്. ബ്രോഡർ മാർക്കറ്റിൽ NSE മിഡ് ക്യാപ്പ് ഒരു നെഗറ്റീവ് ബേസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റായി ക്ലോസ് ചെയ്തു എന്ന് പറയാം. അതേസമയം സ്മോൾ ക്യാപ്പ് സ്ലൈറ്റ്ലി ഗ്രീനിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് 1.81% പോസിറ്റീവിലാണ്. ഇൻഡെക്സ് ഘടകങ്ങളിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ ഓരോ ശതമാനത്തിലധികം ഗ്രീനിലാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റി IT, നിഫ്റ്റി ആട്ടോ, നിഫ്റ്റി ബാങ്ക്, എനർജി, FMCG, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയെല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറുവശത്ത് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസും, അതായത് ഫിൻനിഫ്റ്റിയും മെറ്റൽ, ഫാർമ എന്നിവയെല്ലാം റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിൽ 16 ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എറ്റേണൽ, സൺഫാർമ, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഏറ്റവും പിന്നിലായവ. 1.6% വരെയാണ് ഇത് ഇടിഞ്ഞിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടെക് മഹീന്ദ്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ്, അദാനി പോർട്സ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകളും. ഇന്ത്യ വിക്സ് 2.09% കുറഞ്ഞ് 11.24 ക്ലോസ് ചെയ്തു. ഈ ഏപ്രിൽ മാസത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെ മികച്ച പ്രകടനത്തിനിടയിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും ഒരു അളവിൽ കുത്തനെ ഉയർന്നിട്ടുണ്ട്. അതിന് പോസിറ്റീവ് ആഭ്യന്തര സൂചനകളും കുറഞ്ഞ പണപ്പെരുപ്പ പ്രവചനവും അതുപോലെ വരാനിരിക്കുന്ന കോർപ്പറേറ്റ് വരുമാന റിലീസുകളെ ചുറ്റിപ്പറ്റിയുള്ള തുടർച്ചയായ ഒരു ശുഭാപ്തി വിശ്വാസവും എന്നിവയൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കാരണം. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലും മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിക്കും. നിഫ്റ്റി 25,260 എന്നുള്ള ഈ ഒരു നിർണായക സോണിലാണ് റെസിസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നോക്കൂ, 25,667. ഈ 25,667 നിന്ന് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക്, അതായത് ഈ 25,667 എന്നുള്ള സമീപകാല ഹൈയിൻ്റെ 38.20% ഫിബൊനാച്ചി റീട്രേസ്മെൻ്റാണ് ഇത് ഹൈ റേഞ്ചിൽ, അതായത് ഈ ഉയർന്ന സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിന് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്നും എൻട്രി എടുത്ത് പോകാനുള്ള ശങ്ക നിലനിൽക്കുന്നതായിട്ടാണ് കരുതുന്നത്. അതേസമയം 25,670 മുകളിൽ പോയാൽ 26,000 എന്നുള്ള റേഞ്ചിലേക്ക് പെട്ടെന്ന് തന്നെ കുതിക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു ഇടിവ് ഇപ്പോൾ ഈ 25,260 എന്നുള്ള റേഞ്ചിലാണ്
സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ നിന്നും ഈ ഒരു റേഞ്ചിലേക്കുള്ള കൺസോൾട്ടേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സൈഡ് വേ നടക്കാതെ കണ്ടിന്യൂ ആയിട്ട് മുകളിലേക്ക് പോയാൽ, അതേസമയം സൈഡ് വേയിലൂടെ പോവുകയാണെങ്കിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെ എടുക്കും എന്ന് മാത്രം. ഏതായിരുന്നാലും 25,670 ശേഷം പെട്ടെന്ന് തന്നെ 26,000 തൊടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതേസമയം നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കാം. 1 ഡേ ടൈം ഫ്രെയിമിൽ മൂവിങ് ആവറേജ് നോക്കുന്ന സമയത്ത് 50 ദിവസത്തെ മൂവിങ് ആവറേജിന് മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിനെയാണ് കാണിക്കുന്നത്. കുറച്ച് നാളത്തേക്ക് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 25,000 മുകളിൽ തുടരുന്നിടത്തോളം കാലം സെൻറ്റിമെൻറ്റ്സ് ബുള്ളിഷായി തുടരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ രൂപത്തിൽ 25,260 മുകളിലുള്ള ഒരു നിർണായക നീക്കം 25,500 അവിടെ നിന്ന് അങ്ങോട്ട് 26,000 25,500 മുകളിൽ 25,667 അവിടെ നിന്ന് 26,000 പെട്ടെന്ന് തന്നെ ഒരു റാലിക്ക് കാരണമാകുമെന്നൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു പ്രയാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ നമ്മുടെ ചാർട്ട് നോക്കേണ്ടതില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഒന്ന് പരിശോധിക്കാം. നമുക്ക് സപ്പോർട്ടായിട്ട് 25,125 സംബന്ധിച്ചിടത്തോളം 25,120 വെച്ചാൽ മതിയാവും. റെസിസ്റ്റൻസ് ആയിട്ട് 25,260. ഓക്കെ, 25,260 റെസിസ്റ്റൻസും 25,120 സപ്പോർട്ടും നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഈ 2 ലെവലുകൾ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 56,980 56,970 മതി. ഓക്കെ, റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 57,270. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ചിൽ വാച്ച് ചെയ്യാം. നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി നല്ലൊരു ട്രെൻഡിലാണ് ഉള്ളത്. നോക്കൂ, ഇത് തന്നെയാണ് 57,270 റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിന് മുകളിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, എൻട്രി ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 57,350 വരെയൊക്കെ സഡൻലി മൂവ് ആവും. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 82,460 സപ്പോർട്ട് സോണ് 82,460. റെസിസ്റ്റൻസ് നമുക്ക് 82,830. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. അതിനുശേഷം പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മാത്രമല്ല, ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട്. ഓക്കെ.